ഇതേപോലത്തെ ഒരു അഴിമതി ഭരണം തുടരണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അവരിവിടെ കയറിയ പിന്നെ ഇവിടെ അഴിമതി നിലവാരം നടന്നിട്ടില്ല. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്ത് ഇപ്രാവശ്യം LDF പിടിക്കും. എന്ത് ബുദ്ധിമുട്ട് തന്നെ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് എടുക്കല്ലേ. കുറേ ആയാലും പൊളിച്ചിട്ടുണ്ട്. പണി അവിടെ നടക്കുന്നത്. അതിനെപ്പറ്റി നമുക്കറിയില്ല. അത് ഓരോ ആൾക്കാരുടെ മാറണോ അതിനെപ്പറ്റി നമ്മൾ പറയാനില്ല. മാറണോ അതോ ഈ ഭരണം തന്നെ തുടർന്നാൽ മതിയോ? ഇതേപോലത്തെ ഒരു അഴിമതി ഭരണം തുടരണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അവരിവിടെ കയറിയ പിന്നെ ഇവിടെ അഴിമതി നിലവാരം നടന്നിട്ടില്ല. ശബരിമല കേസ് അത് ഏറ്റവും വലിയൊരു കേസാണ്. കാരണം എല്ലാവരും, ഞാൻ ക്രിസ്ത്യാനിയാണ് എങ്കിലും ഞാനും കൂടെ അയ്യപ്പന്മാർ മാലയിട്ട് പോകുന്ന അവരെ കാണുമ്പോഴും ഞാൻ അവരെ കാണുമ്പോൾ സ്വാമി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു അഴിമതിയാണ് അവിടെ നടന്നേക്കുന്നത്. അപ്പോൾ ഈ ഭരണം മുന്നോട്ട് പോകണോ? എനിക്കൊരഭിപ്രായമില്ല. കാരണം ഇത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുമല്ല, അതേപോലെ റോഡിൻ്റെ അവസ്ഥ ശോചനീയാവസ്ഥയാണ്, പറ്റ ശോചനീയാവസ്ഥയാണ്. കാരണം ഇവിടെ റോഡ് നോക്ക്, എത്ര ദിവസം എത്ര വർഷങ്ങളായി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കണം. ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് ഓടുന്നവർക്ക് എന്നും പണിയല്ല, വേറൊന്നും ബാക്കിയില്ല. ഇപ്പോൾ സംഭവം ഓക്കെയാണ്, എന്നിട്ട് ഒന്നും ഇവിടെ ഒന്നും നടക്കണില്ലല്ലോ. മണ്ണാർക്കാട് ആനമൂളി വർക്ക് നടന്ന് എത്ര കൊല്ലമായി, എന്നിട്ട് അത് ഇതുവരെ തീർന്നിട്ടില്ല. അതേപോലെ ഇവിടെ ഈ 2-3 സെക്ഷനാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ അതിനൊന്നും ഒരു തീരുമാനം എത്തിയിട്ടില്ല. ഇപ്പോൾ അവർ കൊണ്ടുപോയി തോണ്ടി പൊളിച്ച് കുറച്ച് മെറ്റൽ കൊണ്ടുപോയിട്ടുണ്ട്, ബൈക്കുകാർ വീഴാൻ വേണ്ടി മാത്രം. അല്ല വേറെ എന്താ ചെയ്യുക? ആ മെറ്റൽ മൊത്തം ഇളകി കിടക്കാണ് റോഡിൽ കൂടി. ഏതെങ്കിലും ഒരു ബൈക്കുകാരൻ വീണ അവൻ്റെ മണ്ട പൊളിഞ്ഞ് ആരാ ഇതിന് സമാധാനം പറയാം? അതിന് പോലും ഇതൊരു തീരുമാനം എത്തിയിട്ടില്ല. ഉണ്ട്. പക്ഷെ അത് ആരാ നോക്കണേ? അവരുടെ വീട്ടുകാർക്ക് പോയി. എൻ്റെ കുട്ടി വീണ എനിക്ക് പോയി, അല്ല വേറെ ആരാ നോക്കണേ? നാട്ടുകാരും ആരും ഒന്നും ഇടപെടുന്നില്ലല്ലോ. അപ്പോൾ ഈ ഭരണം മാറുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും കൂടെ തീരുമാനിക്കുന്ന കാര്യമല്ലേ. MLAക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ട് MLA മിണ്ടണില്ലല്ലോ, ഒന്നും അനങ്ങണില്ലല്ലോ. അട്ടപ്പാടി ഞങ്ങളൊക്കെ പാടെ എല്ലാവരും കൂടെ ജയിപ്പിച്ച് വിട്ടാണ്, എന്നിട്ട് MLA ഒന്നും മിണ്ടണില്ല. എന്താണാവോ, വന്നാൽ ഒന്നുകൂടി നന്നാവുമെന്നാണ് തോന്നണത്. ഇനി ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. ഇതുവരെയായിട്ട് അത് തുറക്കാനായിട്ടില്ല. മുള്ളി ഇത്ര കോടി മുടക്കി കൊടുക്കാണ് അവിടെ അവർ അടച്ചു വെച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇവിടെ ആരുമില്ല. കാരണം അവർ പറഞ്ഞു